എല്ലാവർക്കും നമസ്കാരം. മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം, പൂക്കാലം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല പല കാലങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലിപ്പം തള്ളുകളുടെ കാലമാണ്. ചില തള്ളുകൾ ഞാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഒരാൾ പറഞ്ഞ് കേരളത്തിൽ വിലക്കയറ്റം ഇല്ലെന്ന്. അത് കേട്ട വീട്ടമ്മ പറഞ്ഞു അത് കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങി തിന്നാത്തത് കൊണ്ടാണ് വിലക്കയറ്റം ഉണ്ടെന്ന് തോന്നാത്തതെന്ന്. ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് പറഞ്ഞത്, ഒരു വ്യക്തി എനിക്ക് അയച്ച കത്തിൽ പറയുന്നത് പ്രസവം നിർത്തിയ അയാളുടെ ഭാര്യ സർക്കാർ ആശുപത്രിയിലെ സുഖസൗകര്യങ്ങൾ കണ്ട് വീണ്ടും പ്രസവിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും വഴക്കാണത്രേ. ഇനി അതിൻ്റെ കമൻറ്റ് കേൾക്കണം. മന്ത്രി വായിക്കുന്നില്ലെങ്കിലും നാട്ടുകാരെല്ലാം വായിക്കട്ടെ. ഞാനത് കമൻ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മോർച്ചറി കണ്ട് കൊതിച്ച ആരോ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും കൂടി പറയാൻ മേലെന്ന്. ഇനി അതിൻ്റെ താഴെ അടുത്ത കമൻറ്റ്, ഇതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന അന്തം കമ്മികളെ ഓർത്ത് സഹതാപം മാത്രം. അടുത്തയാൾ, കത്രിക വയറ്റിൽ വെച്ചത് കണ്ടാണോ അതോ കാലിൽ ഇടേണ്ട കമ്പി കൈക്കിട്ടതിനാണോ ഇതിനിപ്പം മതിലിടിഞ്ഞ് വീഴാനാണോ ആവോ. പൗഡറമ്മായി ആദ്യം പിണറായിയോട് അമേരിക്കയിൽ പോകാതെ ഇവിടെ ചികിത്സിച്ച് മാതൃക കാണിക്കാൻ പറയൂ. വേറൊരുത്തർ എഴുതിയേക്കുന്നു, അതെ, സർക്കാർ ആശുപത്രിയിൽ സൗകര്യം കൂടിയതുകൊണ്ട് ഇപ്പോൾ പ്രസവിക്കുന്നതിന് പകരം പ്രത്യേക ട്രീറ്റ്മെൻറ്റ് വഴി ഛർദ്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേദനയില്ല, വിശ്രമം വേണ്ട, സമയലാഭം. വരുന്നു, കയറുന്നു, ഛർദ്ദിക്കുന്നു, കുട്ടിയുമായി പോകുന്നു. ഓഹോ, ടെക്നോളജി അളിയ. ഇനി മുക്കിനെ കൂടെ ഒന്ന് കണ്ട് പോയി കാണിക്കണേ. ഇദ്ദേഹം ഇതൊന്നും അറിയാതെ ചുമ്മാ അമേരിക്കയ്ക്ക് പോവുക. അടുത്തത്, ഇവരുടെ തലയ്ക്ക് ഓളം ആണോ. അടുത്ത ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ വായിച്ചാലങ്ങ് നിർത്താം. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കമ്മികളുടെ തള്ളു മതി, ആശ്വാസം കിട്ടും. ഇതിൻ്റെ താഴോട്ട് ഇഷ്ടം പോലെയുണ്ട്, ചിലതൊന്നും വായിക്കാൻ പറ്റില്ല. ഒരുത്തൻ എഴുതി വെച്ചേക്കുന്നു ഈ തള്ളയ്ക്ക് വട്ടാണോ എന്ന്. ഇത് ഞാൻ എവിടെയോ എന്ന് പറഞ്ഞ് ചിരി അടച്ചിട്ട് എഴുതിയേക്ക മണ്ടൻ നികേഷ് കുമാർ എഴുതി കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ. ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ വായിക്കാം. തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനം ഇല്ലാതാകുന്നതാണ്, കാഴ്ചയും മങ്ങും. ചികിത്സ കൊടുക്കണം. ആദ്യം അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണ്. ഇനി താവോട്ട് ഞാൻ വായിക്കുന്നില്ല, വായിച്ചാൽ അത് പ്രശ്നമാകും. അതുപോലെയാണ് കിടക്കുന്നത്. ഇനി വേറൊരു തള്ളു കേൾക്കണോ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഗണേഷ് കുമാറാ, KSRTCയിലെ സൗകര്യങ്ങൾ കണ്ട് അവർ കാർ വിറ്റു. അതിൻ്റെ കമൻറ്റ് നോക്കണേ. സർക്കാർ ഓഫീസുകളിലെ സൗകര്യം കണ്ട് ജീവനക്കാർ ഓഫീസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. സ്വപ്നക്കാർ എന്തോ കണ്ടതുപോലെ. അതിൻ്റെ താഴോട്ട് എഴുതിയേക്കുന്നു, ജയിലിലെ അടിപൊളി ഭക്ഷണവും ഉയർന്ന കൂലിയും കണ്ട് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഇനി ഒരു ക്രിമിനലായി തീരുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ അതിൻ്റെ താഴോട്ട്, ആഞ്ഞു തള്ളി വിടുമ്പോഴും കുറച്ച് പേര് കൂട്ടത്തോടെ പറയാനുണ്ട്, അടുത്ത 3 മാസം തള്ളുമാസം. സത്യത്തിൽ ഇവിടുത്തെ റോഡ് കണ്ടിട്ടാണ് കാറ് വിറ്റത്. ഇനി പുള്ളിയുടെ കാർ വിറ്റോ. പിന്നെ അതിൻ്റെ താവോട്ട് പറയാൻ കൊള്ളില്ല, തെറി എഴുതി വെച്ചേക്കുന്നത്. ഇങ്ങനെ തള്ളിയാൽ അപകടം വിളിച്ചു വരുത്തും. 2026 ഏപ്രിൽ എന്ന വലിയ കൊക്കയുടെ അരികിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ തള്ളിയാൽ താഴെ തലകുത്തി വീഴും, ഒരു എല്ല് പോലും കിട്ടുകയില്ല. അല്ലെങ്കിലും ജനങ്ങൾ നിങ്ങളെ തള്ളി കൊക്കയിൽ ഇടും എന്നാണ് അവർ പറയുന്നത്. ഞാനിത് വായിച്ച പാണ്ട് താഴെ കൊണേശൻ്റെ കൊണയടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നതാണെന്നാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒന്ന് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവരോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ജനത്തിനെ അങ്ങ് ഭയങ്കരമായിട്ട് ഈ തള്ളുകാലത്ത് സൂപ്പിക്കണം. പക്ഷെ ജനത്തിനിത് മനസ്സിലാകുന്നില്ലെന്നാണോ. ഈ ഗണേഷ് കുമാർ പിന്നെ ഒരു സിനിമാ നടനായിരുന്നത് കൊണ്ട് ഈ ന്യൂജൻ സിനിമകളിലൊക്കെ പറയുന്നത് പോലെയുള്ളതാണെന്ന് ചിന്തിക്കാം. പക്ഷേ ആരോഗ്യമന്ത്രി, അവർ മന്ത്രിയുടെ നിലവാരം ഇല്ലെങ്കിലും അവർ നേരത്തെ TV വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ. ആ ഒരു രീതിയിലെങ്കിലും ചിന്തിച്ചിട്ട് വേണ്ടേ കാര്യങ്ങൾ പറയാൻ. ഈ ബഡ്ജറ്റിൻ്റെ തലേ ദിവസം വൈകുന്നേരം TV-ക്കകത്തെല്ലാം എഴുതി കാണിക്കുന്നത് കാണിച്ചു. ഇപ്പോൾ TV-ക്കകത്ത് എഴുതി കാണിക്കുന്നത് തന്നെ സത്യമാണോ എന്നറിയത്തില്ല. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ആളുകളുടെ അവരുടെ ലോൺ കുടിശ്ശികകൾ അല്ലെങ്കിൽ ലോൺ ബാധ്യതകൾ മുഴുവൻ സർക്കാർ എഴുതി തള്ളാൻ പോകുന്നു. ഞാൻ കണ്ടപ്പോൾ ഓർത്തു, എത്ര കാലമായി ഈ സംഭവം നടന്നിട്ട്. കേന്ദ്ര ഗവൺമെൻറ് എഴുതി തള്ളുകയല്ലെന്നും പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് തള്ളുകയല്ലെന്നും പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ്. പക്ഷേ ഈ ഇലക്ഷൻ വരുന്ന ആ ഒരു സമയം ആയപ്പോൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് ഓർത്തത് ഇത് തള്ളണമെന്നുള്ളത്. ഇനി ഇതിനകത്ത് പ്രത്യേകമായിട്ടൊന്ന് പറയാനുള്ളത്, ഏതാണ്ട് 800 കോടി രൂപയ്ക്ക് താഴെ പൊതുജനം പിരിച്ചു കൊടുത്തതാണ് ഈ വയനാടുകാർക്ക് വേണ്ടി. അവിടെ എല്ലാവർക്കും ഓരോ കോടി രൂപ വെച്ച് കൊടുത്തായിരുന്നേ അവരെല്ലോടെയും പോയി സ്വന്തമായിട്ട് അവർ തന്നെ സ്ഥലവും മേടിച്ച് വീടും വെച്ച് ബാങ്ക് ലോണും തീർത്ത് പൊക്കോളാൻ. സർക്കാരിൻ്റെ കയ്യിൽ നിന്നും എടുത്ത് കൊടുക്കണ്ട, പൊതുജനത്തിൻ്റെ നികുതിപ്പണം എടുത്ത് കൊടുക്കണ്ട. നാട്ടുകാരെടുത്തു കൊടുത്ത പണം ഈ 800 കോടി രൂപയിൽ താഴെ ഏതാണ്ട് 780 82 എങ്ങാണ്ട് കോടി ഉള്ളപ്പം അതങ്ങോട്ട് കൊടുക്കേണ്ട സ്ഥാനത്ത് അതുപോലും കൊടുക്കാതെ കൊണ്ടു നടന്നിട്ട്, ജനം പിരിച്ചു കൊടുത്ത പൈസ പോലും കൊടുക്കാതെ കൊണ്ടു നടന്നിട്ട് ഇലക്ഷൻ ആയപ്പോഴത്തേനും അവരുടെ ലോണ് ക്ലോസ് ചെയ്യും എന്ന് പറയുന്ന
അത് തള്ളല്ലാതെ എന്നതാ. ഏതൊക്കെയാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇലക്ഷൻ ആകുമ്പോഴത്തേനും നിങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ തള്ളുകൾ ഇറക്കി വിടരുത്. അത് ജനത്തിന് നിങ്ങളോട് കലിയേ ഉണ്ടാവുള്ളൂ. ജയിൽ പുള്ളികളുടെ ശമ്പളം 63 നിന്ന് 630 ആക്കിയത് കൊണ്ട് ആകെ മൊത്തമുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടിൽ പിന്നെയും ഒത്തിരി കുറവുകൂടെ ഉണ്ടാവുള്ളൂ. കാരണം ജനത്തിന് അതുപോലെ കലിയായി, കൈ കിട്ടിയ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലാണ് ജനം നിൽക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഇത് കൂട്ട് ഓരോരോ തള്ളുകളും. ഈ രണ്ടുപേരും, ഈ മന്ത്രി ഗണേഷ് കുമാറും മന്ത്രി വീണ ജോർജും ഒക്കെ പറഞ്ഞ തള്ള് ഏതോ ഒരു ഫാക്ടറിയിൽ ഉണ്ടായതാണ്. രണ്ടുപേരും പറഞ്ഞു ഒരു വ്യക്തി കത്തയച്ചു. ആരാ ഇപ്പോൾ കത്തയക്കുന്നത്? രണ്ടുപേരും പറയുന്ന ഒറ്റ ആശയമാണ്. ഇതിനകത്തുനിന്ന് ഞാൻ ഓർക്കുമായിരുന്നു എന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ഭേദമാണ് മണിയാശാൻ. ഒന്നും അല്ലെങ്കിലും പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞാലും ഇത് കൂട്ട് വെടലത്തരം ഒന്നും പറയാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.